ഇന്ന് നമ്മുടെ ചീര വിളവെടുക്കണം കേട്ടോ. ചീര കുറേ ദിവസമായി അത്. അപ്പം പുൽച്ചാടിയൊക്കെ വന്ന് കടിച്ച് തിന്നണതിന് മുമ്പ് തന്നെ കറക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളുടെ ചീര ഇന്ന് 2 കൊട്ടയിലായിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ മയിൽപ്പീലി ചീരയാണേ. 2 കൊട്ടയിൽ മയിൽപ്പീലി ചീര നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അത് മക്കൾ 2 പേരും കൂടി കണ്ടോ, പുൽച്ചാടിയൊക്കെ വന്നിട്ട് ഇതുപോലെ, പുഴുവല്ല പുൽച്ചാടിയാണ്. പുൽച്ചാടി വന്നിട്ട് പുഴുവുണ്ടെന്ന് തോന്നണ, പുഴു കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ പുൽച്ചാടി വന്നിട്ട് പുഴു വന്നിട്ട് ഇങ്ങനെ ഉരുട്ടിക്കളഞ്ഞു ഇല മുഴുവനും. അപ്പോൾ നമുക്കതൊന്ന് 2 പേരും ഇവിടെ നല്ല കുടയിലാണ്. അപ്പോൾ നമുക്കെല്ലാം ഇന്ന് 2 കൊട്ടയിലായിട്ട് ഇത് നമുക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ. 2 കൊട്ടയിലും കൂടി നമുക്ക് അത്യാവശ്യത്തിന് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് മയിൽപ്പീലി ചീരക്ക്. അപ്പോൾ നമുക്ക് 2 കൊട്ടയിലും കൂടെ ഉള്ളത് ഇന്ന് വിളവെടുക്കാം. ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ കടയിലൊക്കെ നിറയെ മണ്ണ് ഇതുപോലെ കട്ട കൂടിയിരിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് കുടഞ്ഞെടുക്കണം. ഇതിലേക്ക് കുടഞ്ഞിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് പണിയുണ്ട്. ഇത് കുറച്ച് വലുതായി പോയിട്ടോ. ഒരു 2-3 ദിവസം മുമ്പെങ്കിലും ഇത് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് സമയം കിട്ടാഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ച് അത് വലുതായിപ്പോയി. അപ്പോൾ 2 പേരും കൂടെ നല്ല പെടാപ്പാട് വിടാനുണ്ട് വലിച്ച് പൊട്ടിച്ചെടുക്കാനായിട്ട്. അതൊക്കെ കൊട്ടു കുഞ്ഞാ. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ വിളവെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് വിചാരിച്ചിരുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നതാണ് നമുക്കിതുപോലൊരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കുറേശ്ശായിട്ട് അത് ചെയ്യണേണ്. അപ്പോൾ നമ്മൾ ചീര ഇപ്പോൾ ഈ ഒരു ഇത് മാത്രമല്ല കേട്ടോ, കുറേ തവണയായി ഇപ്പം ഞങ്ങൾ എടുക്കണത്. ഒരു 3-4 തവണ ഞങ്ങൾ വിളവെടുത്തായിരുന്നു. ഇതിപ്പോൾ അതിന് ശേഷമുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വലുതായി വന്നതൊക്കെ. പിന്നെ ഈ കൊട്ടയിൽ തന്നെ ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ്. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വിളവെടുത്ത് അതിനുശേഷം 2ാമത് വീണ്ടും ഞാൻ ഒന്നിച്ച് തന്നെ വിത്ത് പാകിയിട്ട് വലുതായി വരുന്നതിനനുസരിച്ച് എടുക്കണതാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് ഈ കൊട്ടയിൽ നിന്ന് നമ്മൾ ചീര പറിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ചീര നമുക്ക് അത്യാവശ്യത്തിനായി.